എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ജനുവരി മാസം യേശു കർത്താവ് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കാനായിട്ട് ഇടയായി തീർന്നു. ഫെബ്രുവരി മാസം 5-ാം തീയതിയിൽ നമ്മളെത്തി. നമ്മൾ കഴിഞ്ഞ മാസം എങ്ങനെയായിരുന്നു വേദപുസ്തകം വായിച്ചത്, എങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചത്, എങ്ങനെയായിരുന്നു വിശ്വസിച്ചത്, അതിനനുസരിച്ച് അതിൻ്റെ ഫലം കൊയ്യാൻ ദൈവം നമുക്കൊരു ഫെബ്രുവരി മാസം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ മാസം നമ്മൾ കണ്ണുനീരോടെയാണ് വിതച്ചതെങ്കിൽ ഈ മാസം നമ്മൾ ആർപ്പോടെ കൊയ്യണം. കഴിഞ്ഞ മാസം നമ്മൾ ദൈവത്തിൽ വളരെയധികം ആശ്രയം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാസം അതിൻ്റെ മറുപടികൾ നമ്മൾ കണ്ടിരിക്കും. കഴിഞ്ഞ മാസം നാം ദൈവത്തിൽ മാത്രം ശരണം പ്രാപിച്ചെങ്കിൽ, തക്ക സമയത്ത് ഉയർത്തുന്നവൻ്റെ കൈക്കീഴെ താണിരുന്നെങ്കിൽ ഈ മാസം അതിൻ്റെ റിസൾട്ട് നാം കണ്ടിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നലകൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലകളിൽ നമ്മൾ എന്തായിരുന്നുവോ അതിനനുസരിച്ച് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ തന്നെ ഒരു കാര്യം അറിയണം, അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടില്ല എന്നും പൗലോസ് പറയുന്നു. മുമ്പ് ഞാൻ നിഷ്ഠൂരനായിരുന്നു, ഉപദ്രവിയായിരുന്നു, ദൂഷകനായിരുന്നു. എന്നാൽ അറിവില്ലായ്മയുടെ കാലങ്ങളെ ദൈവം കണക്കിടുന്നില്ല. വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നോ അത് ദൈവം നോക്കുന്നില്ല. നാം കർത്താവിനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുപേക്ഷിച്ചപ്പോൾ കർത്താവ് നമ്മോട് കരുണ കാണിച്ചു. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ മഹാപാപിയായിരുന്നു, എന്നാൽ എനിക്ക് കരുണ ലഭിച്ചു, എനിക്ക് ക്ഷമ ലഭിച്ചു. മുൻകഴിഞ്ഞ പാപങ്ങളെ ദൈവം ഓർക്കുന്നില്ല. എന്നാൽ വിശ്വാസത്തിൽ വന്ന ശേഷം നാം ആയിരിക്കുന്ന അവസ്ഥ, അത് നമുക്ക് സുബോധം ലഭിച്ചു, നമുക്ക് പരിശുദ്ധാത്മാവുണ്ട്, നമുക്ക് തീരുമാനശേഷിയുണ്ട്, നമ്മിൽ യേശുവുണ്ട്, ദൈവം നമുക്ക് ജ്ഞാനം തന്നു. നമുക്ക് ജ്ഞാനം, സുബോധം, നിറവ് ലഭിച്ച ശേഷം നാം ആ സമയങ്ങളെ പാഴാക്കി കളഞ്ഞാൽ അത് നമുക്ക് എന്നേക്കും ഒരു നഷ്ടമാണ്. അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞ ശേഷം, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ശേഷം നാം എടുക്കുന്ന തീരുമാനങ്ങൾ നമ്മുടെ ഭാവിയെ നിർണയിക്കുന്നതാണ്. ഒരു കൃഷിക്കാരൻ തൻ്റെ നിലത്ത് വിത്തെറിഞ്ഞതുപോലെയാണ് കഴിഞ്ഞ മാസം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ വിത്തെറിഞ്ഞെങ്കിൽ അതിൻ്റെ ഫലം നമുക്ക് കൊയ്യാൻ കഴിയും. ജഡത്തിൽ വിതച്ചിട്ടുണ്ടെങ്കിൽ ജഡത്തിൻ്റെ ഫലം കൊയ്യും. ആത്മാവിൽ വിതച്ചവർ ആത്മാവിൽ നിത്യജീവനെ കൊയ്യും. നാം എന്ത് വിതയ്ക്കുന്നുവോ അത് നമുക്ക് കൊയ്യാൻ കഴിയും. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ നമ്മൾ വിതച്ചതിനനുസരിച്ച് അമർത്തി കുലുക്കി കവിയുന്ന വലിയൊരു അളവ് ദൈവം നമുക്ക് നൽകി തരാൻ പോവുകയാണ്. വിശ്വസിക്കാം. ഇന്നത്തെ ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് നമ്മുടെ നന്മകളുടെ ഉറവിടമായ കർത്താവിൽ ആശ്രയിക്കാം. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം, ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിനാനന്ദം, ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെന്നാശ നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ
ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിലൻ യേശുവിൻ ത്യാഗം എന്നാത്മാവിൻ സാന്ത്വനം. ഓ എന്നാത്മാവിൻ സാന്ത്വനം. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശു വന്നിടും വീണ്ടും. തീരുമൻ യാത്ര വേഗം. ചാരും തൻ മാർവിലണയും. ചേരുമൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമൻ വീട്ടിൽ ഞാൻ. യേശു വന്നിടും വീണ്ടും. തീരുമൻ യാത്ര വേഗം. ചാരും തൻ മാർവിലണയും. ചേരുമൻ വീട്ടിൽ ഞാൻ. ഓ ചേരുമൻ വീട്ടിൽ ഞാൻ. നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. യേശുവേ, നീയാണെന്നുള്ളിലെ ഗാനം, നീയാണെന്നാവിലെ ഗീതം, നീ തന്നെ എന്നുമെൻ ആശ. നിൻ മുൻപിൽ വണങ്ങുന്നു. ഓ നിൻ മുൻപിൽ വണങ്ങുന്നു. ഇന്നത്തെ ചിന്തകൾ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ചിന്തയായിരുന്നു. അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. അതായത് ദൈവം ഭൂമിയെ പുതുതാക്കിയപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? പാഴുശൂന്യമായ ഭൂമിയെ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? വൃക്ഷങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിൽ എന്തായിരുന്നു? അതാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ മനസ്സിൽ ഒരു കുടുംബമായിരുന്നു. ആ ഒരു കുടുംബത്തിൽ നിന്ന് ഭൂമി മുഴുവനും നിറയുന്ന ദൈവത്തിൻ്റെ സാദൃശ്യമുള്ള, ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന സമൃദ്ധിയുടെ കുടുംബം, അതായിരുന്നു ദൈവത്തിൻ്റെ മനസ്സിൽ. അതുകൊണ്ട് പാഴുശൂന്യമായ ഭൂമിയെ ദൈവം നോക്കി. അതിൽ ദൈവം 6 ദിവസം കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്.
വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ ദൈവം ഭൂമിയിൽ നിന്ന് ഇരുളിനെ വേർതിരിച്ചു. അപ്പോൾ ഒന്നാമത്, ഒരു കുടുംബത്തിന് വേണ്ടത് വെളിച്ചമാണെന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു കുടുംബത്തിന് വെളിച്ചം ആവശ്യമാണ്. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അപ്പോൾ ഒരു കുടുംബത്തിന് ഒന്നാമത് വേണ്ടത് വെളിച്ചമാണ്. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. വെളിച്ചം മനുഷ്യൻ്റെ ജീവനായിരുന്നു. ഇതൊക്കെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു. വെളിച്ചം. അപ്പോൾ ദൈവം വെളിച്ചമാകുന്നു. ആദ്യം ദൈവം ഉണ്ടാക്കിയത്, മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ വെളിച്ചമാണ്. അവിടെ സൂര്യനെ ഉണ്ടാക്കിയില്ല. സൂര്യനെ ചന്ദ്രനെ ഉണ്ടാക്കിയത് 4-ാം ദിവസമാണ്. എന്നാൽ ജീവൻ തരുന്ന വെളിച്ചം, അതായിരുന്നു ഒന്നാമത് മനുഷ്യന് ദൈവം കൊടുത്തത്. അപ്പോൾ ആ ഭൂമിയിൽ ദൈവം ആദ്യം പകർന്നത് വെളിച്ചം. ആ വെളിച്ചത്തിലായിരുന്നു ജീവൻ. നമുക്കറിയാം, സൂര്യൻ 2-3 ദിവസത്തേക്ക് ഇരുണ്ടു പോയാൽ, ഒരാഴ്ചത്തേക്ക് ഇരുണ്ടു പോയെന്ന് വിചാരിക്കട്ടെ, ഭൂമി തണുത്തുറഞ്ഞു പോകും. ഭൂമിയിലുള്ള സകല ജീവികളും നശിച്ചു പോകും. കാരണം ജീവൻ നഷ്ടപ്പെടും. സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം ഭൂമിക്ക് ഇത്രയും ജീവൻ തരുന്നെങ്കിൽ, ദൈവത്തിൽ നിന്ന് നേരിട്ടടിക്കുന്ന വെളിച്ചം ഈ ജീവജാലങ്ങൾക്ക്, പ്രത്യേകിച്ച് മനുഷ്യന് എത്രയും പ്രയോജനമാണ്. അവനിൽ വെളിച്ചമുണ്ടായിരുന്നു. വെളിച്ചം മനുഷ്യന് ജീവൻ തരുന്നു. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. അതേതിരുളാണ്? പിശാച് എന്ന ഇരുള്. പിശാചിൻ്റെ ഇരുളിനെ അതിൽ നിന്ന് വേർതിരിച്ചു. സൂര്യൻ വന്നപ്പോൾ സാധാരണ കാണുന്ന ഇരുട്ടിനെ മാറ്റി. ചന്ദ്രൻ രാത്രിയിലെ ഇരുട്ടിനെ മാറ്റുന്നു, സൂര്യൻ പകലിലെ ഇരുട്ടിനെ മാറ്റുന്നു. എന്നാൽ മരണം കൊണ്ടുവരുന്ന ഒരു ഇരുട്ട് ഈ ഭൂമിയിലുണ്ടായിരുന്നു. ആ ഇരുട്ടിനെ മാറ്റിയത് ദൈവം ആദ്യം ഉണ്ടാക്കിയ വെളിച്ചമാണ്. ആ വെളിച്ചമാണ് ഈ ഭൂമിയെ ജീവിപ്പിക്കുന്നത്. അത് ആത്മകണ്ണുകൊണ്ട് കാണാൻ കഴിയും, പുറമെയുള്ള കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു വെളിച്ചം. ഒന്നുകൂടി പറഞ്ഞാൽ പ്രസൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, സാന്നിധ്യം. ദൈവാദ്യം ദൈവത്തിൻ്റെ വെളിച്ചം ഈ ഭൂമിയിൽ സകലത്തെ ഉണ്ടാക്കാൻ കൊണ്ടുവന്നു. ആ വെളിച്ചം വന്നപ്പോൾ ഇരുട്ടിനെ മാറ്റി. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളെന്ന് നമ്മൾ ലേഖനത്തിൽ വായിക്കുന്നു. അതിൽ കൂട്ടാളികളാകരുത്. ആ ഇരുട്ടിനെയാണ് ദൈവം വേർതിരിച്ചത്. 2, ദൈവം ചെയ്തത് ജീവജാലങ്ങൾ അല്ലെങ്കിൽ സസ്യങ്ങൾ, വൃക്ഷങ്ങൾ, ഇവയെ ദൈവം ഉണ്ടാക്കി. അതെന്തിനാണ്? ഭക്ഷണം. ഒരു കുടുംബത്തിന് വേണ്ട ഭക്ഷണം, ഒരു കുടുംബത്തിന് വേണ്ട ജീവൻ അല്ലെങ്കിൽ സമൃദ്ധിയായ ജീവൻ, അതാണ് ഈ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നത്. സൂര്യ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നത് നമ്മുടെ പുറമേയുള്ള മനുഷ്യന് വേണ്ടിയതെങ്കിൽ, ആ ആത്മീക വെളിച്ചമാണ് നമുക്ക് ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കിട്ടുന്നത്. രണ്ടാമത്, ഒരു കുടുംബത്തിന് വേണ്ട ഭക്ഷണം, വിത്തുള്ള സസ്യങ്ങൾ, വൃക്ഷങ്ങളുടെ ഫലങ്ങൾ ആവശ്യം പോലെ, ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഭക്ഷിക്കാം, ദൈവം പറഞ്ഞു. ഭക്ഷണം. അപ്പം ഇതൊന്നും മനുഷ്യൻ പ്രാർത്ഥിച്ച് നേടിയതല്ല. അപ്പോൾ എങ്ങനെ ജീവിക്കണം? അത് ദൈവം മനുഷ്യന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്ന ജീവിതമാണ്. ദൈവത്തോടുള്ള ഒത്തുള്ള ജീവിതം, ദൈവിക ജീവനിൽ ജീവിക്കണം. ആ ജീവനാണ് ആദ്യം ദൈവയുടെ വെളിച്ചമായി പകർന്നത്. 2, ജീവിക്കാൻ വേണ്ട, ശരീരത്തിന് വേണ്ട ഭക്ഷണം, അതും ദൈവം മനുഷ്യനെ ഉണ്ടാക്കുന്നതിന് മുമ്പേ നൽകി തന്നു. അടുത്തത് നമ്മൾ കാണുന്നു പറവജാതി, മൃഗജാതി, ഇഴജാതി. അത് സമ്പത്തിനെ കാണിക്കുന്നു. യോബിന് ഇത്ര ഒട്ടകങ്ങളുണ്ടായിരുന്നു, ഇത്ര ആടുമാടുകളുണ്ടായിരുന്നു, കഴുതകളുണ്ടായിരുന്നു. അബ്രഹാമിന് ധാരാളം ആടുമാടുകളും ഒട്ടകങ്ങളും ദാസീദാസന്മാരും ഉണ്ടായിരുന്നു. അവൻ ബഹുസമ്പന്നനായിരുന്നു. യാക്കോബ് ഇരട്ടി സമ്പന്നനായി, ആടുകൾ വർദ്ധിച്ചു. അപ്പോൾ ഇത് സമ്പത്തിനെ കാണിക്കുന്നു.
ഒന്ന്, ദൈവിക ജീവൻ ഒരു കുടുംബത്തിന് ദൈവം കൊടുക്കുന്നത്. 2, അവൻ്റെ ഭൗതികമായ ഭക്ഷണം, അവൻ്റെ ജീവിതം നിലനിർത്താനുള്ള ഭക്ഷണവും ശുദ്ധമായ വെള്ളവും. അടുത്തത്, അവന് സമ്പത്ത് വേണം, അവന് സമൃദ്ധി വേണം. ആ കാലത്ത് സമൃദ്ധി എന്ന് പറയുന്നത്, ഈ കാലത്തും സമൃദ്ധി എന്ന് പറയുന്നത് ജീവജാലങ്ങളിലൂടെ. അപ്പം മനുഷ്യന് ആസ്വദിക്കുവാൻ, സമ്പന്നരാകാൻ, ഉയർച്ച പ്രാപിക്കാനുള്ളത് എല്ലാം കരുതി 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 ഈ ഭൂമിയെ നിറച്ച ശേഷമാണ് മനുഷ്യൻ എന്ന വ്യക്തിയെ ഉണ്ടാക്കി അവനൊരു കുടുംബജീവിതം കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം വളരെ 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 വിലയേറിയതായി കാണുന്നു. അതുകൊണ്ട് വിവാഹം കഴിഞ്ഞവരോടും വിവാഹം കഴിക്കാനുള്ളവരോടും പറയട്ടെ, ദൈവം ഏറ്റവും വിലയേറിയതായി കാണുന്ന ഒരു കുടുംബജീവിതത്തെ നാം അതിൻ്റെ വിലയിലും നിലയിലും കാണണം. എങ്ങാണ്ട് ആരാണ്ടും വിവാഹമോചനം നടത്തിയെന്നും എങ്ങാണ്ടും ആരെ ഇട്ടേച്ചു പോയി, ഇങ്ങനെയുള്ള 10 വാർത്ത കേൾക്കുമ്പോൾ നീ തെറ്റായ തീരുമാനങ്ങൾ എടുക്കരുത്. ഞാൻ വിവാഹം കഴിക്കില്ല, വിവാഹം എന്നൊക്കെ പറഞ്ഞ ബന്ധനമാണ്, അതിനെക്കുറിച്ചുള്ള ഡയലോഗുകളും തമാശകളും ഇല്ല. ഇത് ദൈവത്തിൻ്റെ വിലയേറിയ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ ആലോചനയാണ്. അതിലേക്ക് വിശ്വസ്തയോടെ കയറുമ്പോൾ പിശാച് കുടുംബജീവിതത്തെ എതിർക്കും. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, നിങ്ങൾ കുടുംബജീവിതത്തിൽ കയറിയാൽ നിങ്ങളുടെ കുടുംബജീവിതത്തെ പിശാച് എതിർക്കും. ഏദൻ തോട്ടത്തിൽ പിശാച് എതിർത്തതും തകർത്തതും തരിപ്പണമാക്കിയതും കുടുംബജീവിതത്തെയാണ് എന്ന് കരുതി കുടുംബങ്ങൾ തോറ്റുപോകേണ്ടതല്ല. ദൈവം കുടുംബത്തിന് വേണ്ടി പരിഹാരമാർഗം വെച്ചു. അതിന് ദൈവം തന്നെ ഒരു കുടുംബത്തിലൂടെ കടന്നു വന്നു. ജോസഫ് മറിയ എന്ന ഒരു കുടുംബത്തിലേക്ക് പരിശുദ്ധനായ ദൈവം മനുഷ്യനായി കടന്നു വന്നു. അതിൻ്റെ കാരണം ദൈവത്തിന് അല്ലാതെ വന്നുകൂടെ? സ്നാപക യോഹന്നാൻ പറഞ്ഞു, ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് ദൈവത്തിൻ്റെ മകനെ കൊണ്ടുവരാൻ ഒരു പാറയിൽ നിന്ന് ഒരു മകൻ വന്നുകൂടെ? ജനങ്ങൾ നോക്കി നിൽക്കുമ്പോൾ സൂര്യനിൽ നിന്നൊരു മകൻ വന്നുകൂടെ? സൂര്യപുത്രൻ അല്ല. ദൈവത്തിന് ഒരു കുടുംബത്തിലൂടെ തന്നെ ഒരു തലമുറയെ കൊണ്ടുവരണം. കുടുംബത്തിൻ്റെ വിശിഷ്ടത, കുടുംബത്തിൻ്റെ മാന്യത യേശു ഒരു കുടുംബത്തിൽ വന്നപ്പോഴാണ് അത് സംഭവിച്ചത്. വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ട ഒരു മറിയയുടെ അടുക്കൽ വന്ന് ഗബ്രിയേൽ മാലാഖയെ അയച്ച് പെർമിഷൻ ചോദിക്കുകയാണ്. യേശു മാന്യനാണ്, ദൈവം മാന്യനാണ്. ദൈവം ഉണ്ടാക്കിയ സൃഷ്ടിയോട് ദൈവത്തിന് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ലെങ്കിലും ദൈവം മാന്യനാണ്. അതാണ് വെളിപ്പാട് 3:20 പറയുന്നു, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ദൈവത്തിന് എന്തിനാണ് വാതിക്കൽ നിന്ന് മുട്ടുന്നത്? ഭൂമി ദൈവത്തിൻ്റെതാണ്, ഭവനങ്ങൾ ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ ദൈവത്തിൻ്റെതാണ്, മനുഷ്യൻ്റെ ഹൃദയം ദൈവത്തിൻ്റെതാണ്. എങ്കിലും ദൈവം മാന്യനാണ്. മാന്യത ദൈവത്തിൻ്റെ ഗുണമാണ്. ദൈവം ഈ ഭൂമിയിലേക്ക് വരാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു കുടുംബത്തിലേക്ക് വരാൻ ആഗ്രഹിച്ചു. ഒരു സ്ത്രീയിലൂടെ തന്നെ വരാൻ ആഗ്രഹിച്ചു. കാരണം പിശാച് ചതിച്ചത് ഒരു ഭാര്യയാണ്. അതുകൊണ്ട് ആ ഭാര്യയുടെ, ഒരു സ്ത്രീയുടെ നിന്ദയെ മാറ്റുവാൻ, സ്ത്രീയുടെ നിന്ദയെ മാറ്റുവാൻ ഒരു സ്ത്രീയിലൂടെ വന്ന് സ്ത്രീയെ മാനിക്കുന്ന ദൈവത്തെയാണ് നമ്മളവിടെ കാണുന്നത്. ഒരു കുടുംബത്തിൻ്റെ നിന്ന, ഏദനിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കുടുംബം നിന്ദിക്കപ്പെട്ടു. ഈ ഭാര്യയും ഭർത്താവും നഗ്നരെന്നറിഞ്ഞ് ദൈവത്തിൽ നിന്ന് ഓടി ഒളിച്ചു. ദൈവത്തിൻ്റെ മുൻപിൽ അവർ ശപിക്കപ്പെട്ടു. അത് ദൈവത്തിന് വലിയ വിഷമമായി. ദൈവം അതിന് ഒരു പരിഹാരം വെച്ചു. കുടുംബത്തിന് വന്ന നിന്ദയെ കുടുംബത്തിൽ വരുന്ന മാന്യതയിലൂടെ തന്നെ ഞാൻ പരിഹരിക്കും. എത്ര വിശ്വസ്തനാണ്, എത്ര നല്ലവനാണ് കർത്താവ്! കുടുംബത്തെ മാനിക്കുന്ന ദൈവം. അറിയണം, നമ്മുടെ കുടുംബങ്ങളെ ദൈവത്തിന് മാനിച്ചേ മതിയാവും. ദൈവം കുടുംബജീവിതം വളരെ
വിലയേറിയതായി കാണുന്നു. ഒരു കുടുംബജീവിതം ദൈവം അതിനെ മാനിച്ചിരിക്കും. അപ്പോൾ ജോസഫിനോട് പറഞ്ഞു, മറിയെ ചേർക്കാൻ നീ മടിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്, നീ അവളെ ഉപേക്ഷിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല, അവൾ വിശുദ്ധയാണ്. ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന്, ഒരു പക്ഷേ ഗബ്രിയേൽ മാലാഖയായിരിക്കാം, ജോസഫിനോട് സംസാരിക്കുന്നു. അവളെ ചേർത്തുകൊള്ളാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ കുടുംബജീവിതം വിശുദ്ധമാണ്. ഒരു കുടുംബം അശുദ്ധമായപ്പോൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം വിശുദ്ധമാക്കിയിട്ട് ആ വിശുദ്ധിയിൽ ഒരു ദൈവപ്രവൃത്തിയെ ഞാൻ കാണിച്ചു തരും. നഷ്ടപ്പെട്ട പറുദീസയെ തിരിച്ചു പിടിക്കുന്നവൻ നിങ്ങളുടെ കുടുംബത്തിൽ വരും. ഒരു രാജാവ് എഴുന്നേറ്റ് വരും. അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല. അപ്പോൾ കുടുംബം ദൈവത്തിന് ഏറ്റവും വിലയേറിയതാണ്. പിന്നീട് നമ്മൾ കാണുന്നത് കാനാവിലെ കല്യാണ വീട്ടിലാണ് യേശു ആദ്യത്തെ അത്ഭുതം ചെയ്തതുപോലെ. കാരണം ദൈവത്തിന് കുടുംബം ഏറ്റവും വിലയേറിയതാണ്. എൻ്റെ സമയം ഇതുവരെ വന്നില്ല എന്ന് പറഞ്ഞിട്ടും ആ വീട്ടിൽ അത്ഭുതം ചെയ്യാതിരിക്കാൻ യേശുവിന് കഴിഞ്ഞില്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഒരു കുടുംബത്തിൽ വരുന്ന പ്രശ്നം പരിഹരിക്കാതിരിക്കാൻ കർത്താവിന് കഴിയില്ല. അത് എത്ര വലിയ നിന്ദയാണെങ്കിലും, എത്ര വലിയ നാണക്കേടാണെങ്കിലും, എത്ര വലിയ സാമ്പത്തിക പ്രശ്നമാണെങ്കിലും, ആ വീട്ടിൽ വന്നിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. കാരണം ഇനിയുള്ള ജനത്തിന് വിളമ്പാനുള്ള, വീഞ്ഞു വാങ്ങാനുള്ള പണം അത് വലിയ തുകയാണ്. സാമ്പത്തിക പ്രശ്നം, മാന്യതാ പ്രശ്നം, മറ്റുള്ളവരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത വലിയൊരു പ്രതിസന്ധി ഒരു കുടുംബത്തിൽ വന്നപ്പോൾ ഒരു കല്യാണ വീടിനെ മാനിക്കുവാൻ ദൈവത്തിന് തിരിഹിതമായി. ഒരത്ഭുതത്തിലൂടെ തന്നെ, അസാധാരണമായ ഒരു അത്ഭുതത്തിലൂടെ തന്നെ ഏറ്റവും നല്ലത് പുറത്തെടുത്ത് ഏറ്റവും നല്ല ഒരു വിഭവം ആ വീട്ടിൽ ഉണ്ടാക്കി ആ വീടിനെ ആദ്യത്തതിനേക്കാൾ നല്ല മാന്യതയുള്ള ഒരു വീടാക്കി മാറ്റി. ആരംഭത്തേക്കാൾ ആ വിഷമം വന്നത് ആ കുടുംബത്തിൽ ഏറ്റവും നല്ലത് വെളിപ്പെടാൻ ഇടയായി. ആദ്യം ഉണ്ടായിരുന്ന വീഞ്ഞിനേക്കാൾ വിശിഷ്ടമായത് എവിടെയായിരുന്നു എന്ന് വിരുന്നുവാഴി ചോദിക്കത്തക്ക രീതിയിൽ ആ വീട്ടിലെ വിരുന്ന് ഏറ്റവും ശ്രേഷ്ഠകരമായി, ഏറ്റൊടുവിൽ ആ വീട് ആനന്ദം കൊണ്ട് നിറയുന്ന ഒരു വീടായി മാറി. വീട് ദൈവത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ നോക്കുമ്പോൾ യായിറോസിൻ്റെ കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ മരിച്ച കുഞ്ഞിനെ കൈക്ക് പിടിച്ച് യേശു എഴുന്നേൽപ്പിക്കുന്നു. എന്താണ്? യായിറോസിന് ഉള്ള ഏക മകളാണ്, 12 വയസ്സുകാരിയാണ്. യായിറോസിൻ്റെ അടുത്ത ജനറേഷനാണ്. ആ കുടുംബത്തിൻ്റെ വർധനവ് ഇവളിൽ നിന്നാണ്. ഈ കുഞ്ഞ് നഷ്ടപ്പെട്ടാൽ യായിറോസിൻ്റെ കുടുംബം, ഫാമിലി ഇല്ലാതാവുകയാണ്. എന്നാൽ ദൈവം ആ കുടുംബത്തിന് വേണ്ടി ഇതാ ആ വീട്ടിലേക്ക് ചെല്ലുന്നു. ആ കുടുംബത്തെ അത്ഭുതകരമായി ആ കുഞ്ഞിലൂടെ വിടുവിക്കുന്നു. ഇനി വിധവയുടെ മകൻ, വിധവയുടെ എന്ന് പറയുമ്പോൾ ഭർത്താവ് നഷ്ടപ്പെട്ടു, ഇനി ഒരൊറ്റ മകനെ ആ സ്ത്രീക്കുള്ളൂ, അവൻ മരിച്ചുപോയി. ആ കുടുംബത്തിൻ്റെ പേര് നിലനിർത്താൻ ആരുമില്ല. ആ കുടുംബം, ആ സ്ത്രീയുടെ, ആ കുടുംബത്തിൻ്റെ പേരെങ്ങനെ നിലനിർത്തും? ഈ കുഞ്ഞ് ശവമഞ്ചത്തിലാണ്. ശവപ്പെട്ടിയിൽ കിടക്കുന്ന ഒരു ചെറുപ്പക്കാരനെ നാട്ടുകാർ ചുമന്നുകൊണ്ട് പോകുന്നു. യേശുവിനെ കണ്ടപ്പോൾ ശവപ്പെട്ടി ചുമക്കുന്നവരവിടെ നിന്നു. യേശു ആ ശവപ്പെട്ടിയെ തൊട്ടു. യേശു ആ മകനെ എഴുന്നേൽപ്പിച്ച് അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. എന്താണ്? ആ കുഞ്ഞ് ആ കുടുംബത്തെ നിലനിർത്തുന്ന കുഞ്ഞായി തിരിച്ചേൽപ്പിച്ചു. ഏറ്റവും വലിയ അത്ഭുതങ്ങൾ യേശു ചെയ്തത്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന ഏറ്റവും വലിയ അത്ഭുതം ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പ്. ഇനി നമുക്കറിയാം, മൂന്നാമത് മരിച്ച ഒരാളെ ഉയർപ്പിച്ചത്, ലാസറിനെ ഉയർപ്പിച്ചത് മരിച്ച് നാറ്റം വെച്ച് 4-ാം ദിവസം. എന്തുകൊണ്ട് ലാസറിനെ ഉയർപ്പിച്ചു? ഒരു കുടുംബം ദൈവത്തിന് പ്രധാനമാണ്. 2 സഹോദരിമാർ, അവർക്ക് സമ്പാദ്യമൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് വളരെ വിലയേറിയ സ്വച്ഛ ജഡമാംസ്യ തൈലം പൊട്ടിച്ചൊഴിച്ചത്. അത് വളരെ വിലപിടിപ്പുള്ളതാണ്. അവർക്ക് ജീവിക്കാനുള്ളതുണ്ട്, അവരുടെ ഭാവിക്കുള്ളതുണ്ട്, അതെല്ലാമുണ്ട്. എന്നാൽ
അവർക്ക് ആ ഒരു ആങ്ങള, അപ്പനും അമ്മയും നഷ്ടപ്പെട്ട ആ കുടുംബത്തിൽ ഒരാങ്ങള, ഒരു തുണയില്ല. ആ വീടിന് ഒരു ഉറപ്പില്ല. ഒരാങ്ങള നഷ്ടപ്പെട്ടു. യേശു അത് തിരിച്ചു കൊടുത്തു. കുഞ്ഞിനെ തിരിച്ചു കൊടുത്ത് ആ കുടുംബത്തെ മാനിച്ചു. മോനെ തിരിച്ചു കൊടുത്ത് ആ വിധവയുടെ കുടുംബത്തെ മാനിച്ചു. ആങ്ങളയെ തിരിച്ചു കൊടുത്ത് ആമേൻ ആ മാർത്തയുടെയും മറിയയുടെയും കുടുംബത്തെ മാനിച്ചു. അതിൻ്റെ അർത്ഥം കുടുംബം എന്നുള്ളത് ദൈവത്തിന് ഏറ്റവും വിലയേറിയതാണ്. ഇന്ന് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾ അറിയണം, എൻ്റെ വീട് വെറുതെയാണ്, എൻ്റെ വീട് വെറും അലമ്പാണ്, എൻ്റെ വീട് വിലയില്ലാത്തതാണ് എന്നുള്ള ചിന്ത ഇന്ന് കളയണം. ഈ പ്രഭാതത്തിൽ ഇത് കേട്ട്, ഇതെപ്പോഴാണോ നിങ്ങൾ കേൾക്കുന്നത്? ചില രാജ്യക്കാർക്ക് ഇത് പ്രഭാതമല്ല, ചിലർക്ക് ഇത് മധ്യാഹ്നമായിരിക്കും. ഏതായാലും നിങ്ങളെപ്പോൾ കേട്ടാലും ഒരു കാര്യം ഉറപ്പാക്കണം, നിങ്ങളുടെ വീട് ഏറ്റവും വിലയേറിയതാണ്. ആർക്ക്? ദൈവത്തിന്. ദൈവത്തിന് വിലയേറിയതിനെ ദൈവം വില പിടിപ്പുള്ളതാക്കി മാറ്റും. അതിൻ്റെ അർത്ഥം നിങ്ങളുടെ വീടിൻ്റെ മുഴുവനും പ്രശ്നങ്ങൾക്കും പരിഹാരം കർത്താവ് വരുത്തിയിരിക്കും. കാരണം അത് ദൈവത്തിൻ്റെ പ്ലാനാണ്. നിങ്ങളുടെ വീട് ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. വിശ്വസിക്കുക, പ്രാർത്ഥിക്കാം. യേശു കർത്താവേ, ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കുടുംബങ്ങളിൽ അവർ നേരിടുന്ന സാമ്പത്തിക പ്രശ്നം, മാനസിക പ്രശ്നം, കുടുംബത്തിലെ വഴക്കുകൾ, കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ആകുലങ്ങൾ, എല്ലാറ്റിലും അങ്ങൊരു പരിഹാരം നിശ്ചയിച്ചിട്ടുണ്ട്, നിർണയിച്ചിട്ടുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു വരാനും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാനും പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനകത്തുള്ള എല്ലാ കൺഫ്യൂഷനുകളും, ആശയക്കുഴപ്പങ്ങളും മാറട്ടെ, എല്ലാ കലക്കങ്ങളും മാറട്ടെ, എല്ലാ അനർത്ഥങ്ങളും മാറട്ടെ. മാറി മാറി ചില വീടുകളിൽ ആശുപത്രി കയറി ഇറങ്ങുന്ന അവസ്ഥ, അതാ വീടിന് പറ്റിയതല്ല. യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകട്ടെ. ആശുപത്രി കയറി ഇറങ്ങി കിട്ടുന്ന വരുമാനങ്ങൾ ഇല്ലാതെയായി ദാരിദ്ര്യമാക്കുന്ന പിശാച വീട്ടിൽ നിന്ന് പുറത്തു പോകാൻ ഞങ്ങൾ യേശുവിൻ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുന്നു. ഇത് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് ഇന്ന് മുതൽ വിടുതലുണ്ടാകട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ, കുടുംബത്തിൽ സമ്പത്തുണ്ടാകട്ടെ, കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. 128 സങ്കീർത്തനം പോലെ ഭാര്യ മുന്തിരിവള്ളിയാകട്ടെ, മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകളാകട്ടെ. ദൈവഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടട്ടെ. മക്കളുടെ മക്കളെയും കാണട്ടെ. കടങ്ങൾ മാറട്ടെ, ഞെരുക്കങ്ങൾ മാറട്ടെ, യേശുവിൻ നാമത്തിൽ. ആമേൻ. ദൈവത്തിൻ്റെ ഹിതമാണ് ഒരു നല്ല കുടുംബം. ഒരു നല്ല കുടുംബം ദൈവത്തിൻ്റെ പറുദീസയാണ്. വിശ്വസിക്കുക, അത് കിട്ടും വരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരിക്കുക. അത് സംഭവിച്ചിരിക്കും. വേർപിരിയാൻ നോക്കരുത്, വീട് വിട്ട് ഇറങ്ങിപ്പോകാൻ നോക്കരുത്, വീട് ഉപേക്ഷിക്കാൻ നോക്കരുത്. ദൈവം കുടുംബത്തെ പണിയുന്ന ദൈവമാണ്. അത് കാണാം. നാളെ ഇതേ സമയത്ത് കാണാം. യേശുവിൻ നാമത്തിൽ. ആമേൻ.